നമസ്കാരം സാർ. നമസ്തേ അഞ്ജന. ട്രംപിന്റെ ഇറാനെതിരെയുള്ള യുദ്ധം ഭരണഘടനാ ലംഘനമാണോ എന്ന് പറയുന്നുണ്ട്. എന്താണത്? ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭരണഘടനാ ലംഘനമാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. അതായത് ഫെബ്രുവരി 28, 2026 ട്രംപ് പ്രഖ്യാപിച്ച ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണ്, കൃത്യമായ ലംഘനമാണ്. ഏറെ താമസിയാതെ ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായേക്കാം കേട്ടോ. അതിനുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടായേക്കാം. ആർട്ടിക്കിൾ 2ന്റെ 4ാം വകുപ്പ് അനുസരിച്ച്, അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 2ന്റെ 4ാം വകുപ്പ് അനുസരിച്ച് ഭരണഘടനാ ലംഘനം നടത്തിയാൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. അപ്പൊ ഭരണഘടനാ ലംഘനം നടത്തിയോ എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഭരണഘടനാ വിരുദ്ധമായി യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ ഉത്തരവുകൾ അനുസരിക്കരുതെന്ന് ഡെമോക്രാറ്റിക് സെനറ്റേഴ്സായ എലീസ സ്ലോട്കിൻ, മാർക്ക് കെല്ലി, ജെസോൺ ക്രോ, മാഗി ഗട്ട്ലാൻഡർ, ക്രിസി ഡെലൂസിയോ, ക്രിസി ഫൗലഹാൻ എന്നിവർ ആഹ്വാനം ചെയ്തു. നിയമവിരുദ്ധമായ ഉത്തരവുകൾ ലംഘിക്കാനും അമേരിക്കൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും അവർ ആഹ്വാനം ചെയ്തു. വളരെ ഡ്രമാറ്റിക് ഒരു എക്സ്പ്രഷനാണ് അവര് അതായത് ആരെ ലംഘിക്കേണ്ട, ഉത്തരവ് ലംഘിക്കേണ്ട, പട്ടാളത്തിനോട് ലംഘിക്കാനാണ് ഈ പറയുന്നത് അല്ലേ? യുദ്ധം ചെയ്യുന്ന പട്ടാളമാണല്ലോ. ഇതിനെതിരെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. എങ്ങനെയാണ്? ഈ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം, അവരെ തുറങ്കിലടക്കണം, അവർക്ക് മരണശിക്ഷ കിട്ടാം. ഇതാണ് പുള്ളി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ യുദ്ധം പശ്ചിമേഷ്യയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാം. അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ യുദ്ധം അമേരിക്കയിൽ മുറുകി വരികയാണ്. ഇറ്റ് മേ ടേക്ക് ടൈം, ബട്ട് അത് നടക്കാം. അതിനൊരു കാരണം അമേരിക്കയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)A എന്നൊക്കെ പറഞ്ഞത് ഭരണഘടനയിലേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഗവൺമെന്റിന്റെ തെറ്റായ ഒരു പോളിസിയെ നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞ് എതിർക്കുകയാണെങ്കിൽ നമ്മൾ രാജ്യദ്രോഹിയായി ഇവിടെ ഡിക്ലെയർ ചെയ്യപ്പെടും. അവിടെ പ്രസിഡന്റ് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ എഴുതും, അവിടുത്തെ രാഷ്ട്രീയക്കാർ പറയും, അവിടുത്തെ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് പറയും. നമ്മുടെ ഇവിടെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഭരണഘടനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാണ് ഡെമോക്രാറ്റ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, നമുക്കിപ്പോൾ ഒരു കോൺടാക്ട് ഇതിലേക്ക് നോക്കാം. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, ട്രംപ് നിർത്തിച്ച ഓപ്പറേഷൻ സിന്ദൂർ, അങ്ങനെ തന്നെ അതിനെ കാണണം. അതിനെക്കുറിച്ച്, അതിലെ നിറം ചേർത്ത കെട്ടുകഥകളെ കുറിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും പത്രമോ രാഷ്ട്രീയ നേതൃത്വമോ സാമൂഹ്യ പ്രവർത്തനോ പറഞ്ഞാൽ ആ നിമിഷം അയാൾ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലാവും. പിന്നെ ചിലപ്പോൾ മരണം വരെ പുറത്തിറങ്ങാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം 50 ദശലക്ഷത്തോളം കേസുകൾ, അതിൽ പലതും 30 വർഷത്തിലേറെ പഴക്കമുള്ളവ, തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്ന ഇന്ത്യൻ കോടതിക്ക് ആ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോലും സമയം കിട്ടിയെന്നിരിക്കില്ല. നമ്മൾ വളരെ കൊട്ടിഘോഷിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. 26 പേരുടെ മരണം, അത് മരണം പ്രധാനപ്പെട്ട തന്നെയാണ് ഇന്ത്യക്കാര്. പക്ഷെ 260 പേര് ബോയിങ് വിമാനത്തിൽ തകർന്ന് മരിച്ചു ഇല്ലേ ഗുജറാത്ത്? അതിന്റെ മരണകാരണം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് പറഞ്ഞത് ആ പൈലറ്റ് അയാളുടെ ഗാർഹിക പ്രശ്നം കാരണം സ്വിച്ച് മാറ്റി വിട്ട് ഇത്രയും പേരെ കൊന്നു എന്ന സിമ്പിൾ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ബോയിങ് വിമാനത്തിന്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളാണ് എന്നുള്ള പറയാൻ നമ്മൾ തയ്യാറില്ല. കാരണം അത് അമേരിക്കൻ കമ്പനിയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ 260 പേർക്ക് ജീവന് വിലയില്ലേ? 26 പേർക്കും തീവ്രവാദികൾ കൊന്നാലും നമ്മുടെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചാലും മരണത്തിന് ഒരർത്ഥമല്ലേ ഉള്ളൂ. ആ കുടുംബത്തിന് അത് ബാധിക്കുന്ന ഒരേ രീതിയിലല്ലേ? ശത്രു കൊല്ലുന്നതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ടോ? നമ്മുടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ എഞ്ചിന്റെ ഇത് കാരണം മരണപ്പെടുകയാണെങ്കിൽ മരണ കാരണം പോലും നമുക്കറിയില്ല. പക്ഷെ മറ്റേത് നമ്മൾ പറയും, ഇന്ന ദിവസം ഇത്ര സമയം ഈ സ്ഥലത്ത് നിന്ന് അവർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഈ കെട്ടുകഥകളൊക്കെ നമ്മളോട് പറയും. ഞാൻ കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു സമ്പൂർണ്ണ ഹാസ്യ രാഷ്ട്രീയ നാടകമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അത് നോക്കണം. 26 പേര് മരിച്ചെന്ന് പറയുമ്പോൾ 12-13 സ്റ്റേറ്റുകളിലുള്ള ആളുകളാണ് മരിച്ചത്. അപ്പൊ ഈ സ്റ്റേറ്റുകളിൽ മുഴുവൻ ഇത് സ്പ്രെഡ് ആകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, അത് വന്ന സമയത്ത് മോക്ക് ഡ്രില്ലിനുള്ള തയ്യാറെടുപ്പുകൾ, അതായത് യുദ്ധം വരാൻ പോകുന്നു. യുദ്ധം വരുമ്പോൾ ചൈനീസ് യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മോക്ക് ഡ്രില്ലുണ്ട്, പെട്ടെന്നൊരു ബോംബ് വീണാൽ ജനങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ഇന്ത്യയിൽ നടത്തി. എന്നിട്ട് ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു യുദ്ധമൊക്കെ നിർത്തിവെച്ചാൽ അപ്പൊ നമ്മൾ നിർത്തിവെച്ചു. അത് നമ്മൾ പറഞ്ഞാൽ സത്യസന്ധമായി നമുക്ക് തോന്നിയ കാര്യം പറയാണ്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ രാജ്യദ്രോഹ കുറ്റമാണ്.
അതല്ല അമേരിക്കയിലെ അവസ്ഥ. അവിടെ കുറെ കൂടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ ട്രംപ് നടത്തിയത് ഭരണഘടനാ ലംഘനമാണോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം ഏതാണ്? അതെ, അടിമുടി ഭരണഘടനാ ലംഘനം. കാരണം യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള അധികാരത്തെക്കുറിച്ച് അമേരിക്കൻ ഭരണഘടന പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോഴാണ് നമുക്ക് കാര്യം കൃത്യമായി മനസ്സിലാകുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 1 വകുപ്പ് ഇങ്ങനെ പറയുന്നു: All legislative powers herein granted shall be vested in a Congress of the United States, which shall consist of a Senate and a House of Representatives. എല്ലാ അധികാരങ്ങൾക്കും അമേരിക്കയുടെ കോൺഗ്രസ് എന്ന് പറയുന്ന സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ചേർന്നതിനാണ്. 10 വകുപ്പുകളാണ് ആർട്ടിക്കിൾ 1 കീഴിലുള്ളത്. അതിൽ 8ാമത്തെ വകുപ്പിലെ 11ാമത്തെ പാരഗ്രാഫിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അധികാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: To declare war, grant letters of marque and reprisal, and make rules concerning captures on land and water. To declare war എന്ന് പറയുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അവകാശം അമേരിക്കൻ കോൺഗ്രസിനാണ്. ആസ് പെർ ആർട്ടിക്കിൾ 1 സബ്സെക്ഷൻ 8. ആ സബ്സെക്ഷൻ 8 11th പാരഗ്രാഫിലാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് ലെറ്റേഴ്സ് ഓഫ് മാർക്ക് ആൻഡ് റിപ്രൈസൽ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇതാണ്: യുദ്ധസമയത്ത് ആയുധധാരികളായ സ്വകാര്യ വ്യക്തികൾക്ക് ശത്രു രാജ്യങ്ങളുടെ വാഹനങ്ങളോ വസ്തുവകകളോ നശിപ്പിക്കാൻ കൊടുക്കുന്ന നിയമപരമായ അധികാരപത്രമാണത്, ലെറ്റർ ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1 8ാം വകുപ്പ് അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം അമേരിക്കൻ കോൺഗ്രസിനാണ്. എന്നാൽ ഈ ഇറാനുമായുള്ള 2026 ഫെബ്രുവരി 22 തുടങ്ങിയ യുദ്ധപ്രഖ്യാപനം അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ അറിഞ്ഞത് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ്. ഇക്കാര്യം ട്രംപ് US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരുന്നില്ല. റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പോലും അറിഞ്ഞിരുന്നില്ല. ചീഫ് എക്സിക്യൂട്ടീവ് നിലയിലുള്ള അധികാരം ഉപയോഗിച്ചായിരിക്കാം ട്രംപ് ഇങ്ങനെ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. കാരണം അങ്ങനെ ഒരു അധികാരം ആർട്ടിക്കിൾ 2 അമേരിക്കൻ ഭരണഘടന ആർട്ടിക്കിൾ 2 വഴി പ്രസിഡന്റിന് കിട്ടുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. പ്രസിഡന്റ് ഇസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി ആൻഡ് നേവി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ അധികാരം പട്ടാളത്തിന്റെ നീക്കങ്ങളെ നിയന്ത്രിക്കാനും ഉള്ള പ്രസിഡന്റ് അധികാരമാണ്. പക്ഷെ ആർട്ടിക്കിൾ 1 അനുസരിച്ചുള്ള അധികാരം, ആർട്ടിക്കിൾ 2 അനുസരിച്ചുള്ള ഈ അധികാരം ആർട്ടിക്കിൾ 1 അനുസരിച്ചുള്ള യുദ്ധപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. അത് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിനും, യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർമിയുടെയും നേവിയുടെയും കമാൻഡർ ഇൻ ചീഫ് ആയ പ്രസിഡന്റാണ് പിന്നെ അധികാരം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം നോക്കണം. ആ ഭരണഘടനയിൽ പറഞ്ഞ ആർമി ആൻഡ് നേവി എന്നേ ഉള്ളൂ. കാരണം ഈ അമേരിക്കൻ ഭരണഘടന ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ പറയുന്ന ഒരു എയർഫോഴ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആർമി ആൻഡ് നേവി എന്ന് മാത്രം പറയുന്നത്, വിച്ച് അഫ്കോഴ്സ് ഇൻക്ലൂഡ്സ് എയർഫോഴ്സ്. ഇതിന്റെ പരമാധികാരം എക്സിക്യൂട്ടീവായ പ്രസിഡന്റാണ്. പക്ഷെ ആ പരമാധികാരം എങ്ങനെ ഉപയോഗിക്കണം, എന്ന് ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് പ്രസിഡന്റ് അധികാരം കിട്ടുന്നത് ആർട്ടിക്കിൾ 1 അനുസരിച്ച് അമേരിക്കൻ കോൺഗ്രസ് യുദ്ധപ്രഖ്യാപനം നടത്തിയതിന് ശേഷമാണ് ഈ ആർട്ടിക്കിൾ 2 അനുസരിച്ചുള്ള അധികാരം വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1 അനുസരിച്ചുള്ള യുദ്ധപ്രഖ്യാപനം അല്ല ട്രംപ് നടത്തിയത്, മറിച്ച് യുദ്ധപ്രഖ്യാപനത്തിന് ശേഷമുള്ള എക്സിക്യൂട്ടീവിന്റെ അധികാരമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഇതില് ഒരു ന്യൂയോർക്കിലെ കാർഡോസ ലോ സ്കൂളിലെ പ്രൊഫസർ റെബേക്ക ഇംഗർ അവർ പറയുന്നത് ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്: I think it is pretty clear that the framers of the Constitution thought that any time we are going to be making the decision to go to war, that was going to be a decision for the Congress. കൃത്യമാണത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അമേരിക്കൻ നിയമം അനുസരിച്ച്, അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ഈ യുദ്ധപ്രഖ്യാപനം ഭരണഘടനാ വിരുദ്ധമാണ്. അതിനുള്ള അധികാരം അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല. അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനമാണ് ട്രംപ് കാണിച്ചിരിക്കുന്നത്. പോയിന്റ് നമ്പർ 1. അടുത്തത്, യുണൈറ്റഡ് നേഷൻസിന്റെ നിയമം അനുസരിച്ച് ഇറാന്റെ മേൽ ട്രംപ് നടത്തിയ യുദ്ധപ്രഖ്യാപനം തെറ്റാണ്. കാരണം സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുമതി ഇല്ലാതെയോ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലാതെ ഒരു അംഗരാജ്യവും യുദ്ധം തുടങ്ങാൻ പാടില്ല എന്നാണ് UN ചാർട്ടർ പറയുന്നത്. എന്നാൽ ഇവിടെ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുവാദം വാങ്ങിയിട്ടില്ല യുദ്ധത്തിന്. മാത്രമല്ല അമേരിക്കയുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ല ഇറാനിൽ യുദ്ധം ചെയ്യുന്നത്. കാരണം ഇറാൻ അമേരിക്കയെയോ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളെയോ ആക്രമിക്കുന്നതിന് മുമ്പാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചല്ലേ. അപ്പൊ സ്വയരക്ഷയ്ക്കല്ല.
UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുമതി മേടിച്ചത്. അപ്പൊ UN ചാർട്ടറിന്റെ വയലേഷനുമാണിത്. അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ കോൺഗ്രസിൽ ഒന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ പുള്ളി സോഷ്യൽ മീഡിയ വഴിയാണ് പറയുന്നത്. കോൺഗ്രസിൽ പറഞ്ഞാൽ എതിർ ശബ്ദങ്ങളെ അപ്പോൾ തന്നെ നേരിടേണ്ടി വരും. അത് ഒഴിവാക്കുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വൺ വേ കമ്മ്യൂണിക്കേഷനെ പോലെ പറയുന്നു. ഒരുതരം മൻ കി ബാത്ത്, അത് നമ്മുടെ വിശ്വഗുരുവിൽ നിന്ന് ട്രംപ് പഠിച്ചതായിരിക്കാം. ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, വൺ വേ കമ്മ്യൂണിക്കേഷൻ, മൻ കി ബാത്ത്. ഭ്രാന്തൻ ട്രംപിനെ അമേരിക്കൻ കോൺഗ്രസ് വിചാരണ ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതിനു മുമ്പേ എതിർശബ്ദം ഉയർത്തിയവരെയും എതിർശബ്ദം ഉയർത്താൻ സാധ്യതയുള്ളവരെയും ട്രംപ് തുറങ്കിലടിച്ച് വധശിക്ഷയ്ക്ക് വിധേയരാക്കുമോ എന്നും അറിയില്ല. യഥാർത്ഥ യുദ്ധം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. അത് പക്ഷെ പശ്ചിമേഷ്യയിലായിരിക്കില്ല, അമേരിക്കയിലായിരിക്കും. അത് നിയമയുദ്ധമായിരിക്കും.